ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ യു എയിൽ നേഴ്സായി വരാനിരിക്കുന്ന നേഴ്സസ് ആണോ? അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ജോലി അന്വേഷിച്ചിരിക്കുന്ന നേഴ്സാണോ? അപ്പോൾ നിങ്ങൾക്ക് അറിയുമോ ആവറേജ് എത്ര സാലറി തൊട്ടിട്ട് എത്ര സാലറി വരെ നമുക്ക് ഇവിടെ യു എയിൽ നേഴ്സസിന് സാലറി കിട്ടുന്നുണ്ടെന്ന് അറിയോ? അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഈച്ച് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഈച്ച് ഏരിയയിലും നമുക്ക് ഡിഫറെന്റ് സാലറികളാണ്. ഒരു സ്ഥലത്തും പെർമനന്റ് ആയിട്ട് ഒരു സാലറി അല്ല എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും പേ ചെയ്യുന്നത് കറക്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലത്തെ സാലറിയാണ്. പിന്നെ കുറച്ച് ഹയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസും സ്റ്റാഫ് 1, സ്റ്റാഫ് 2, സ്റ്റാഫ് 3 അങ്ങനെയുള്ള എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അവർ കാറ്റഗറി മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇൻക്രിമെന്റ് ഉള്ളൂ. അല്ലാത്ത ഒരു ഫ്രഷറോ എന്തോ ആയിക്കോട്ടെ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഗവൺമെന്റിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് വല്ല അതായത് സ്പെഷ്യാലിറ്റി നേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ട്രക്യോസ്റ്റമി നേഴ്സ്, അല്ലെങ്കിൽ ആസ്തെറ്റിക് നേഴ്സ്, അനസ്തേഷ്യ നേഴ്സ്, അതുപോലെ തന്നെ വൂണ്ട് കെയർ നേഴ്സ്, അങ്ങനത്തെയൊക്കെ സ്പെഷ്യാലിറ്റി കോഴ്സ് എടുത്ത് പഠിച്ച് നിങ്ങൾക്ക് അതിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മച്ച് മോർ സാലറി തുടക്കത്തിൽ തന്നെ കുറച്ചും കൂടി കമ്പയറിംഗ് ടു ഫ്രഷർ അല്ലെങ്കിൽ കമ്പയറിംഗ് ടു ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടണേക്കാട്ടും കുറച്ചും കൂടി സാലറി ഇൻക്രിമെന്റ് ഇത്തിരി കൂടി കൂടുതലായിരിക്കും കമ്പയറിംഗ് ടു ഗവൺമെന്റ്. പിന്നെ നമ്മൾ പ്രൈവറ്റിൽ വരുവാണെങ്കിൽ ഈച്ച് ഹോസ്പിറ്റലിലും ഇവിടെ യു എയില് ഈച്ച് ഹോസ്പിറ്റലിലും ഡിഫറെന്റ് സാലറികളാണ് പേയ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു സ്റ്റാഫ് നേഴ്സിന് ഇപ്പൊ ഫ്രഷേഴ്സിന് 6000 കൊടുക്കുന്നത് 4.5K ഒക്കെ ഉണ്ടാവുള്ളൂ തുടക്കത്തിൽ. പക്ഷെ വേറെ മേ ബി അതർ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ അവർ സ്റ്റാർട്ടിങ്ങിന് 7 or 8 അല്ലെങ്കിൽ മേ ബി മോർ ദാൻ 10 ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ഹോസ്പിറ്റലിൽ ഫ്രഷേഴ്സ് പ്ലസ് നമുക്ക് എക്സ്പീരിയൻസും കൂടി നോക്കിയിട്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലോ ഒരു ഗവൺമെന്റിലോ ക്ലിനിക്കിലോ പ്രൈവറ്റിലോ എവിടെയാണെങ്കിലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ അല്ല കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ. എല്ലായിടത്തും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും കൂടിയാണ് സാലറിയുടെ പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫീൽഡിലാണ് മോർ സാലറി കിട്ടുന്നത്, അതിനെക്കുറിച്ചും കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അറിയാലോ, നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പെട്ടെന്ന് തന്നെ ഇപ്പൊ ഗവൺമെന്റിലൊന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ യു എയിൽ ഫ്രഷർ ആയിട്ട് വരുന്നവർക്ക് ഹോസ്പിറ്റലിൽ കിട്ടാൻ കുറച്ചും കൂടിയും കമ്പയറിംഗ് ടു ക്ലിനിക്ക് ഹോം കെയറിലൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റല് പ്ലസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കിട്ടാനായിട്ട് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറെ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ യു എൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മച്ച് മോർ ചാൻസ് കൂടുതലുള്ളൂ. അപ്പൊ നിങ്ങൾ ഫ്രഷർ ആയിട്ട് ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മോർ സാലറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മോർ സാലറി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഹോം കെയർ ചൂസ് ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ ഹോം കെയറിലാണ് അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി കിട്ടുന്നത്. പക്ഷെ ഹോം കെയർ മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി മോർ സാലറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോം കെയർ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഹോം കെയർ ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹോം കെയർ നല്ലത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ക്ലിനിക്ക് കാര്യങ്ങൾ അവിടെ എല്ലാം നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 4 തൊട്ടിട്ട് മാക്സിമം ഒരു 6 അല്ലെങ്കിൽ 7 വരെയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. പൊതുവെ അത്രേ കൊടുക്കുന്നുള്ളൂ. പേ സ്കെയിൽ എന്ന് പറയണോ അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ആസ്തെറ്റിക്, ഞാൻ പറഞ്ഞല്ലോ ആസ്തെറ്റിക് കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ആസ്തെറ്റിക്കിന്റെ ഒരു ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാലറി എന്ത് ചെയ്യാം മോർ ചോദിക്കാം. അതിനും നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം. അപ്പൊ എവിടെയും നമ്മൾ കയറുമ്പോൾ ഒരു ഫ്രഷർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തുടക്കത്തിൽ തന്നെ ആ ഒരു സാലറി റേഞ്ചേ കിട്ടുള്ളൂ. പക്ഷെ ഹോം കെയറിൽ അങ്ങനെയല്ല. ഹോം കെയറിൽ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വൈസ് അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇടാം കേട്ടോ ഹോം കെയറിനെ കുറിച്ചിട്ട്. അപ്പൊ ഹോം കെയറിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ രജിസ്റ്റേർഡ് നഴ്സിന് സ്റ്റാർട്ടിങ് തന്നെ 7, 7.5, 8 അതുപോലെ അപ് ടു 10, 12 വരെയൊക്കെ ഹോം കെയർ നേഴ്സിന് കിട്ടുന്നുണ്ട്. ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്. പക്ഷെ ഒരു തന്നെ 7K മുതൽ കിട്ടുന്നുണ്ട് കേട്ടോ ഹോം കെയറിൽ. ക്ലിനിക്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് യു എൽ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഓരോ ക്ലിനിക്കിലും എടുക്കുന്നത്. എന്നിരുന്നാലും രജിസ്റ്റേർഡ് നഴ്സിന് മാക്സിമം ഒരു 6 ഒക്കെ കിട്ടുന്നുണ്ട് ഫ്രഷേഴ്സിന്. പിന്നെ നിങ്ങൾ അവിടെ തന്നെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മൂവ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് ഒരു സാലറി റേഞ്ച് വരുന്നത് ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഹോം കെയറിലും ഒക്കെ. മാക്സിമം നമുക്കൊരു 50K വരെയുള്ള സാലറി ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ വിത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 50K വരെ കിട്ടാറുണ്ട്. അല്ല നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ഫ്രഷർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 4K മുതലാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോം കെയറും ക്ലിനിക്കും ഹോസ്പിറ്റലും എല്ലായിടത്തും ആണെങ്കിലും. പിന്നെ ഗവൺമെന്റിൽ നമുക്ക് സ്റ്റാർട്ടിങ് 8K മുതലാണ്. പക്ഷെ അവിടെയും വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടും അവിടെയും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് അവര് സാലറി റേഞ്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ സ്റ്റാർട്ടിങ് 8K ആണ് എല്ലാ ഒരു DH ഹോസ്പിറ്റലിലും എല്ലായിടത്തും മാറുന്നത്. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈച്ച് എമിറേറ്റ്സിൽ കേട്ടോ. ഈച്ച് എമിറേറ്റ്സിലെയും ഗവൺമെന്റ് സെക്ടറിൽ ഡിഫറെന്റ് പേയ്മെന്റ്, ഡിഫറെന്റ് സാലറി സ്കെയിലാണ് ഉള്ളത്. ഒരിടത്തും പെർമനന്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് ഒന്നും അല്ല കേട്ടോ. അപ്പൊ ഇതാണ് UAE ഒരു നേഴ്സസിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഡൗട്ടും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്റെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതിന് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.